വെനസ്വേലയുടെ ക്യാപിറ്റലായിരിക്കുന്ന കാരക്കാസിൽ നിന്ന് മഡൂരോയെ അമേരിക്കൻ ഫോഴ്സസ് പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കാര്യമല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാനിടയായോ? വെനസ്വേലയും ഇറാനും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ കേൾക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ? പിന്നെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളോ? ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ യെരമ്യാവിൻ്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തീകരണത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ഇറ്റേണിറ്റി. ഒന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത് വെനസ്വേലയും മഡൂരോയും ആ ഒരു കണക്ഷൻ നമുക്കൊന്ന് ചിന്തിക്കണം. മഡൂരോ ഇലക്ഷനിൽ തോറ്റപ്പോൾ മുതൽ തന്നെ താൻ പ്രസിഡന്റിൻ്റെ പൊസിഷനിൽ സ്വയം ഇരുന്നുകൊണ്ട് ആ രാജ്യത്തെ ഭരിക്കുകയായിരുന്നു. താൻ വെനസ്വേലയുടെ ഗവൺമെൻറ്റിനെയും മിലിറ്ററിയും പോലീസിനെയും ഒക്കെ ഉപയോഗിച്ച് ഡ്രഗ്സ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും അങ്ങനെ അമേരിക്കയെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു. ആളുകളുടെ പർച്ചേസിംഗ് പവർ, സാധനങ്ങൾ വാങ്ങുവാനായിട്ടുള്ള ആ ഒരു പവറൊക്കെയും കാര്യമായിട്ടുള്ള രീതിയിൽ കുറഞ്ഞിരുന്നു ഈ സോഷ്യലിസ്റ്റ് നാർക്കോ ടെററിസ്റ്റ് റൂൾ ഓഫ് മഡൂറോയുടെ കീഴിൽ. ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ വഴിയിലുള്ള പൂച്ചയും പട്ടിയും ഒക്കെ പിടിച്ച് തിന്നേണ്ട ഗതികേടിലേക്ക് വന്നു. ആ രാജ്യം എണ്ണയുടെ ഒരു വലിയ ശേഖരം ആ രാജ്യത്തിനുണ്ടെങ്കിൽ പോലും ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഷാവേസും പിന്നെ ഇപ്പോഴത്തെ ആ സോഷ്യലിസ്റ്റ് റെജീം ഓഫ് മഡൂറോ അവരുടെ എല്ലാം നേതൃത്വത്തിൽ ആ രാജ്യം തകർന്ന ഒരു പരുവമായിരുന്നു. വെനസ്വേലയിലെ എല്ലാവരും കഷ്ടം അനുഭവിക്കുകയായിരുന്നു. മഡൂരോയെ ഒരു നാർക്കോ ടെററിസ്റ്റായിട്ട് തന്നെ കാണുന്നതിൽ തെറ്റില്ല. താൻ ജയിലുകളിൽ നിന്ന് പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യുകയും മെൻ്റൽ അസൈലത്തിൽ നിന്നെല്ലാം ആളുകളെ റിലീസ് ചെയ്ത് അവരെ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു. ഒബാമ അഡ്മിനിസ്ട്രേഷനോ ബൈഡൻ അഡ്മിനിസ്ട്രേഷനോ ഒന്നും തന്നെ ഈ കാര്യങ്ങൾക്കെതിരെ ഒന്നും ചെയ്തുമില്ല. പക്ഷേ ട്രംപ് ഇപ്പോൾ അമേരിക്കയുടെ ഇൻട്രസ്റ്റിന് വേണ്ടി തന്നെ പ്രവർത്തിച്ചിരിക്കുക. പക്ഷേ ഇതിനേക്കാട്ടിലുമുണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ പോലും ചിലർ പ്രതിഷേധിച്ചു അമേരിക്ക വെനസ്വേലയ്ക്കകത്ത് ആ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ. പക്ഷേ എത്ര പേർക്കറിയാം ഇറാൻ വെനസ്വേലയ്ക്കകത്ത് ഇൻവോൾവ് ആയിരുന്നു, അവരുടെ ഒരു പങ്ക് വെനസ്വേലയ്ക്കകത്തുണ്ട് കുറേ നാളുകളായിട്ട്. വെനസ്വേലയുടെ തകർച്ച തന്നെ വരുവാനുള്ള കാര്യം എണ്ണയുടെ മേലുള്ള ആശ്രയവും പിന്നെ എക്സ്പെർട്ടീസ് ഇല്ല. കാരണം സോഷ്യലിസ്റ്റ് ഭരണം നിമിത്തം അവിടുത്തെ ഒരു തരത്തിലും ഒരു എക്സ്പെർട്ടീസ് ഇല്ലാത്തത് കൊണ്ട് മോഡേണായിട്ടുള്ള ടെക്നോളജികളോ ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാതായിപ്പോയി. പിന്നെ വലിയ അഴിമതിയും പിന്നെ ഹ്യൂഗോ ചാവേസിൻ്റെ സമയം മുതൽ തന്നെയുള്ള മിസ്മാനേജ്മെൻറ്റും. അമേരിക്കയുടെ നിരോധനങ്ങൾ വെനസ്വേലയുടെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ വെനസ്വേലയ്ക്ക് റഷ്യയും ഇറാനും പിന്നെ ഹെസ്ബൊള്ള ലിങ്ക്ഡ് നെറ്റ്വർക്കുകളുമായിട്ടെല്ലാം കണക്ട് ചെയ്യേണ്ടി വന്നു. ഇറാനും വെനസ്വേലയും ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. കാരണം നിരോധനങ്ങളെയൊക്കെ ബൈപ്പാസ് ചെയ്യുകയും അതിനുപയോഗിച്ചത് ഓയിൽ സ്വാപ്പിങ്ങും പിന്നെ കടവും പിന്നെ ഡ്രഗ്സ് പിന്നെ ലോജിസ്റ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ മേഖലകളിലെല്ലാം ഇവർ തമ്മിൽ ഭയങ്കര സഹകരണമായിരുന്നു. ഇറാൻ ആശ്രയിക്കുന്നത് തന്നെ ഡ്രഗ് മണിയും പിന്നെ ഓയിൽ സ്മഗ്ലിങ്ങും ഇതെല്ലാം ഉപയോഗിച്ചാണ് ഇറാൻ നിലനിന്ന് പോകുന്നത്. കാരണം ഇറാന് അവരുടെ IRGC അതായത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അവരെയും ഫണ്ട് ചെയ്യണം. പിന്നെ അതുപോലെ അവരുടെ മറ്റ് പകരക്കാരെയും അവർക്ക് ഫണ്ട് ചെയ്യണം. വെനസ്വേല എന്ത് ചെയ്തു? വെനസ്വേല ഹെസ്ബൊള്ളയിലുള്ളവർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു. ഹെസ്ബൊള്ള നമുക്കറിയാം ഇറാൻ്റെ ഒരു പകരക്കാരാണ്. ഹെസ്ബൊള്ള അപ്പോൾ വെനസ്വേലയ്ക്കകത്ത് പ്രവർത്തിച്ചു വന്നത് ഒരു ഡ്രഗ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്കായിട്ട്. അവിടുന്ന് അതായത് വെനസ്വേലയിൽ നിന്ന് നാർക്കോട്ടിക്സിനെ അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക എന്ന സ്ഥലങ്ങളിലേക്കെല്ലാം കയറ്റി അയക്കുക, അതായിരുന്നു അവരുടെ ജോലി. പിന്നെ മെയിൻ സ്ട്രീം മീഡിയയിലോ ചാനലുകളിലോ ഒന്നും കേൾക്കാത്ത ഒരു കാര്യമായിരിക്കും. നിങ്ങൾ അതിശയിക്കുമോ എന്നറിയില്ല, ഇറാൻ വെനസ്വേലയ്ക്കകത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫെസിലിറ്റികൾ പണിത് വരികയായിരുന്നു. എന്തായാലും മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയത് നിമിത്തം ഇറാൻ്റെ സാമ്പത്തികമായിട്ടും സ്മഗ്ലിംഗ് ആയിട്ടുമുള്ള ലൈഫ് ലൈന് വലിയൊരു അടിയായി. അപ്പോൾ ഇറാൻ്റെ ഭരണകൂടം ഈ നാർക്കോ ടെറർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മഡൂറോ അദ്ദേഹവുമായിട്ട് എന്തുകൊണ്ടാണ് ഒരു കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടത്? കാരണം ഇറാൻ്റെ ഭരണകൂടവും ഒരു ഭീകര ഭരണകൂടമാണ്. ആ ഭരണകൂടം വിശ്വസിക്കുന്നത് എക്സ്ട്രീമായിട്ടുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി, അത് പ്രകാരം യഹൂദരും ക്രിസ്ത്യാനികളും കൊല്ലപ്പെടണം. ഇറാൻ്റെ ഭരണകൂടത്തിന് 12ാമത്തെ ഇമാം അല്ലെ മഹദിയെ കൊണ്ടുവരണം. ഒന്നുകിൽ എല്ലാവരും ഇസ്ലാമിൻ്റെ വിശ്വാസത്തിലേക്ക് വരണം, അല്ലെങ്കിൽ അവരെ കൊന്നുകളയണം. അങ്ങനെ അവസാനം മഹദിയുടെ ആഗോളതലത്തിലുള്ള കാലിഫേറ്റ് സെറ്റപ്പ് ചെയ്യണം. പക്ഷേ മഡൂറോ ഒരു മതപരമായിട്ടുള്ള ഒരു മതത്തിലൊന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. താൻ ഇത്രയും നാളും ചെയ്തത് പണത്തിനും അധികാരത്തിനും വേണ്ടിയാണ്. ഇറാൻ്റെ ഭരണകൂടം നല്ലൊരു കൂട്ടുകാരനെയാണ് മഡൂറോയിൽ കണ്ടത്. കാരണം ഇറാൻ്റെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് വലിയ പിശാച്, ഇസ്രയേലാണ് ചെറിയ സാത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയെ നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മഡൂരോയെ ഈ ഇറാൻ്റെ ഭരണകൂടം കൂട്ടുപിടിച്ചു.
അതുകൊണ്ടാണ് വെനിസ്വേലയ്ക്കകത്ത് ഇറാൻ്റെ ഭരണകൂടം ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫെസിലിറ്റികൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും മഡൂരോയെ പിടിച്ചുകൊണ്ട് പോയത് അമേരിക്കയുടെ ശത്രുക്കൾക്കും ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കും ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. വെനിസ്വേലയ്ക്കകത്ത് ഇറാൻ്റെ താല്പര്യങ്ങൾക്ക് വലിയൊരടിയായി. വെനിസ്വേലയ്ക്കകത്ത് റഷ്യയുടെ താല്പര്യങ്ങൾക്കും വലിയൊരടിയായി. വെനിസ്വേലയ്ക്കകത്ത് അതുപോലെ തന്നെ ചൈനയുടെ താല്പര്യങ്ങൾക്കും ഒരു അടിയായി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ മഡൂരോയെ അമേരിക്കൻ ഫോഴ്സസ് പിടിച്ചുകൊണ്ട് പോകുന്നത് ആ രാത്രിയിലാണ്. പക്ഷേ അന്ന് രാവിലെ മോർണിംഗ് ടൈമിൽ ഒരു ചൈനീസ് ഡെലിഗേഷനും മഡൂരോയും തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു മീറ്റിംഗ് തന്നെ നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ പൈശാചിക ഭരണകൂടത്തിനും എല്ലാ അപ്രകാരമുള്ള നേതൃത്വത്തിനും മഡൂരോയെ നല്ലൊരു കൂട്ടുകാരനായി ലഭിച്ചു. കാരണം മഡൂരോ സ്ഥലം കൊടുത്തു ഓപ്പറേറ്റ് ചെയ്യുവാൻ, ആയുധങ്ങൾ ഉണ്ടാക്കുവാനായിട്ടുള്ള സ്ഥല സൗകര്യം കൊടുത്തു, പിന്നെ ഭീകരരെ ട്രെയിൻ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ കൊടുത്തു, പിന്നെ ക്രിമിനൽസും ഡ്രഗ്സും എല്ലാത്തിനെയും ഉപയോഗിച്ച് ഫ്ലഡ് ചെയ്യുമായിരുന്നു. സെൻട്രലും സൗത്ത് അമേരിക്കയും പിന്നെ മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും, അങ്ങനെ അമേരിക്കയിലും എല്ലായിടത്തേക്കും താൻ ഇപ്രകാരമുള്ള പ്രവർത്തികൾക്കെല്ലാം കൂട്ടുനിൽക്കുകയായിരുന്നു. അപ്പോൾ അത് എന്തായാലും വെനിസ്വേലയിലുള്ളവർക്ക് വലിയൊരു ആശ്വാസമായി ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നത്. ഇത് മറ്റൊരർത്ഥത്തിൽ ഇസ്രയേലിനെയും കൂടെ സഹായിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇറാൻ്റെ എബിലിറ്റി ടു ഡെവലപ്പ് ആൻഡ് ഡിപ്ലോയ് വെപ്പൺസ്, ഇസ്രയേലിനെ നശിപ്പിക്കുവാനായിട്ടുള്ള ഇറാൻ്റെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെ സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വലിയ ഒരു തിരിച്ചടിയായി. പിന്നെ ഇത് മറ്റൊരു ശക്തമായിട്ടുള്ളൊരു സന്ദേശവും കൂടെ ഇറാൻ്റെ ഭരണകൂടത്തിന് നൽകിയിരിക്കുക. 2025 ട്രംപ് ഇറാൻ്റെ ഭരണകൂടത്തിന് 60 ദിവസം കൊടുത്തു ഒരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ. പക്ഷേ അവരെന്താ ചെയ്തത്? അവരതിനെ കൂട്ടാക്കിയില്ല. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? 61ാമത്തെ ദിവസം ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു, പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളുവിൻ. പിന്നെ മാത്രവുമല്ല, താൻ B-2 ബോംബേഴ്സിനെയും കൂടെ അയച്ച് അങ്ങനെ ഇറാൻ്റെ ആണവ ഫെസിലിറ്റികളെയെല്ലാം നശിപ്പിച്ച് ഇസ്രയേലുമായിട്ടും കൂടെ സഹകരിച്ച് ആ ഒരു ജോലി അന്ന് അവിടെ നിർവഹിച്ചു. ഇറാൻ എന്തായാലും വല്ല വിധേനയും അവരുടെ ആ ആണവ പ്രോഗ്രാമിനെ വീണ്ടും പണിതെടുക്കാൻ ശ്രമിക്കുക. ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അവരങ്ങനെ ചെയ്താൽ അവർ വലിയ വില കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇറാനെ പറ്റി പറയുമ്പോഴാണ്, എത്ര പേർക്ക് അറിയാം ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിൽസ്? നിങ്ങൾ അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളെപ്പറ്റി കേട്ട് കാണും. ഇറാനിലുള്ള ആളുകൾ അവിടുത്തെ ആ തകർന്നിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി കണ്ട് മടുത്തു. ഇറാനിലെ കറൻസിയായ ആ റിയാലിൻ്റെ വില നോക്കിയാൽ ഒരു അമേരിക്കൻ ഡോളർ കൊടുത്താൽ 1 മില്യൺ റിയാൽ കിട്ടും. അത്രയധികം അധപതിച്ച ഒരു ലെവലിലാണ് അവിടുത്തെ കറൻസി. സ്റ്റോറുകളെല്ലാം കാലിയാണ്. ബിസിനസ് ഓണേഴ്സും ട്രക്കേഴ്സും എല്ലാവരും ഈ ഒരു പ്രതിഷേധത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുക. ആളുകൾ മടുത്തു ഈ ഭരണകൂടത്തെ കൊണ്ട്. കാരണം ആ ഭരണകൂടം ഭീകരതയെ സപ്പോർട്ട് ചെയ്യുവാനും ഭീകരതയ്ക്ക് വേണ്ടി ആണ് അവരുടെ പണം ചെലവഴിച്ചതും, പിന്നെ അതുപോലെ അവരുടെ പകരക്കാരെ ഫണ്ട് ചെയ്യുവാനാണ് അവർ പണം ചെലവഴിച്ചത്. അല്ലാതെ അവിടുത്തെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നും അവിടുത്തെ ഭരണകൂടം പ്രവർത്തിച്ചില്ല. ആളുകൾ അതുകൊണ്ട് ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ കത്തിക്കുന്നു, കമ്മ്യൂണിക്കേഷനും ബ്രോഡ്കാസ്റ്റ് സെൻറ്റേഴ്സും, കാരണം അവയുപയോഗിച്ചാണല്ലോ ഇറാനിലെ ഭരണകൂടം അവരുടെ ആ ഐഡിയോളജി, ചിന്താഗതി സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതും കത്തിക്കുകയാണ്. പിന്നെ ഭരണകൂടത്തിൻ്റെ കൊടികൾ കത്തിക്കുന്നു, ഭീകരതയ്ക്ക് വേണ്ടി നിന്ന അവരുടെ നേതാക്കന്മാരുടെ പ്രതിമകൾ കത്തിക്കുന്നു. ആളുകൾ മടുത്തു. കാരണം ജോലിയില്ല, സ്വാതന്ത്ര്യമില്ല, സാധാരണയായി ലഭിക്കേണ്ട പല കാര്യങ്ങൾ അവിടെ ലഭ്യമല്ല, പിന്നെ സ്ത്രീകൾക്കും ന്യൂനപക്ഷത്തിനുമൊന്നും സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ആളുകളെ ഭയപ്പെട്ടും പിന്നെ ഈ ഇൻഫർമേഷനെല്ലാം ലോകത്തിൽ മറ്റുള്ളവരെല്ലാവരും അറിയുമെന്ന് ഭയന്ന് ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ അവിടുത്തെ ഇൻ്റർനെറ്റ് അങ്ങ് കട്ട് ചെയ്തു. പക്ഷേ ഇറാനിയൻസ് മസ്കിൻ്റെ സ്റ്റാർലിങ്കും VPNകളും സാറ്റലൈറ്റ് കണക്ഷനുകളും ഒക്കെ ഉപയോഗിച്ച് ആ ഇൻഫർമേഷൻ ലോകത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ അവിടുത്തെ അതിനെപ്പറ്റിയുള്ള പിക്ചേഴ്സും വീഡിയോസും ഇൻഫർമേഷനും ക്ലിപ്സും എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്രകാരമുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ അതിനകത്ത് കാണും, ഇറാനിലെ പോലീസ് അവിടുത്തെ ജനത്തിൻ്റെ മേൽ തന്നെ വെടിവെപ്പ് നടത്തുക. ലോകത്തിലുള്ളവരാരും പ്രതിഷേധിക്കുന്നില്ല. കാരണം യഹൂദർ വല്ലതും സീനിലോ വല്ലതും ഉണ്ടെങ്കിൽ വലിയ വാർത്തയാണ്. അവരില്ലയോ, അല്ലെങ്കിൽ അവർ ഒന്നിനകത്തും ഉൾപ്പെട്ടിട്ടില്ലയോ, യാതൊരു വിധത്തിലും അത് വാർത്തയല്ല. ആ ഒരു രീതിയിലാക്കി കളഞ്ഞ് ലോകം. പിന്നെ അതിൻ്റെ കൂടെ ഇറാനിലെ ഭരണകൂടം 1000-ൽ പരം ഹെസ്ബുള്ളയും ഇറാഖി മിലിഷ്യയും ഇമ്പോർട്ട് ചെയ്തു. കാരണം എന്നാ? അവിടുത്തെ ആ ജനത്തെ നിർത്താൻ, അതായത് അവരെ വെടിവെക്കുവാനും അവരെ കൊന്നൊടുക്കുവാനും ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അവരുടെ ഇറാൻ്റെ ആർമിക്കകത്ത് പോലും അനേകർ മറു സൈഡിലോട്ട് ചാടിയതുകൊണ്ടാണ് അവർക്ക് ഇപ്രകാരം ചെയ്യേണ്ടി വന്നത്. അനേകർ ഇപ്പോൾ ഷൗട്ട് ചെയ്യുന്നത് റേസാ പലാവിയുടെ തിരിച്ചുവരവിന് വേണ്ടി. റേസാ പലാവി എന്ന് പറഞ്ഞാൽ അവസാനം ഇറാനിൽ ഭരിച്ച ആ ഷായുടെ മകനാണ് റേസാ പലാവി. പ്രീവിയസ്ലി, അതായത് ഇതിനു മുമ്പ് ആരെങ്കിലും അപ്രകാരം ഷൗട്ട് ചെയ്തിരുന്നെങ്കിൽ അവരെ കൊല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഭരണകൂടത്തിനൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല. കുറ്റം ചെയ്തവർക്കേ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ.
പൈശാചികതയ്ക്ക് അന്ധകാരത്തിൽ ഒളിച്ചിരിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്യാം, പക്ഷേ അവിടെ ആ ഭരണകൂടത്തിന് ആളുകളുടെ ധൈര്യത്തെ ഒതുക്കിക്കളയുവാൻ സാധിക്കില്ല. റെസാ പഹ്ലവി ഓൾറെഡി ട്രംപിന് നന്ദി പറഞ്ഞു, ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട്. ട്രംപ് ഓൾറെഡി ഈ ഭരണകൂടത്തിന്, അതായത് ഇറാൻ്റെ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊന്നാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ നിങ്ങളിത് കാണുന്നെങ്കിൽ ഈ ഒരു കാര്യം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. ലോകം അറിയണം ഇറാനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. TV ചാനൽ ചർച്ചകളിനകത്തെല്ലാം ഇത് ചർച്ചകളായിട്ട് ഏറ്റെടുക്കട്ടെ. നിങ്ങൾ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ ഇറാനിലെ ജനതയോടൊപ്പം നിൽക്കണം. ഇസ്രയേൽ എന്തെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്താൽ ലോകത്തിൽ അനേകർ പ്രതിഷേധിക്കും. പക്ഷേ സിവിൽ അൺട്രസ്റ്റും ഇറാനിൽ അനേകർ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം തന്നെ അവരെ കൊല്ലുമ്പോൾ നാം മിണ്ടാതിരിക്കരുത്. ആൻഡ് അന്ത്യകാലത്തെപ്പറ്റി പറയുമ്പോഴാണ് ഞാനിതിനു മുമ്പ് മറ്റൊരു സന്ദേശത്തിൽ ഞാൻ പങ്കുവച്ചതാണ് യെരമ്യാവ് 49 പ്രവചനം. അത് പ്രകാരം ദൈവം അവിടെ ഇടപെടുകയും ദൈവം ആ ഒരു പ്രദേശത്തെ നശിപ്പിക്കുകയും അങ്ങനെ ഇവഞ്ച്വലി ദൈവം അവിടെ തൻ്റെ സിംഹാസനത്തെ സ്ഥാപിക്കുന്നത്. ഈ ഈലാമിനെ പറ്റിയുള്ളൊരു പ്രവചനമാണ് നമ്മളവിടെ കാണുന്നത്. ഈലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ പടിഞ്ഞാറ് പ്രദേശത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ കണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് പ്രകാരം ഈലാമിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നാശവും പിന്നെ അതിനെ തിരിച്ച് പണിതെടുക്കുന്ന ആ ഒരു കാര്യവും അത് ഇതുവരെയും ചരിത്രത്തിൽ നിവൃത്തിയാക്കപ്പെട്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറാനാണ് ലോകത്തിലെ ക്രിസ്തീയ വിശ്വാസം ഏറ്റവും ഫാസ്റ്റായി വളർന്ന് പടർന്ന് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന രാജ്യങ്ങളിലെ ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ മോസ്കുകളൊക്കെ തന്നെ ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം ഇറാനികളുടെ ഹൃദയങ്ങളിൽ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഇടപെട്ടുകൊണ്ടിരിക്കുക. അനേകർ യേശു കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അവിടുത്തെ ആ ഭരണകൂടം ക്രിസ്ത്യാനിറ്റിയെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും അനേകർ യേശുവിന് വേണ്ടി ഉറച്ചു നിൽക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധങ്ങൾ ഇതിനി മുന്നോട്ട് പോയാൽ അവിടുത്തെ ആ ഭരണകൂടം അത് അവസാനിക്കുകയും അങ്ങനെ അവസാനം അനേകർ കർത്താവിലേക്ക് വരുവാനിടയാകുമോ? അതോ അത് ഗോഗ് മാഗോഗ് അധിനിവേശം ഇസ്രയേലിൻ്റെ മേൽ അല്ലെ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിന് കഴിഞ്ഞായിരിക്കുമോ അത് സംഭവിക്കുന്നത്? ഓർക്കണം, സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം, കാരണം അതാണ് ഏറ്റവും അധികം സംഭവിക്കുന്നത്, അതിന് ശേഷമാണ് 7 വർഷത്തെ മഹോദരവകാലം നടക്കുന്നത്. അപ്പോൾ ഗോഗ് മാഗോഗ് അധിനിവേശം ആ 7 വർഷത്തെ മഹോദരവകാലത്തിൻ്റെ ആദ്യത്തെ പകുതിയായ 3.5 വർഷത്തിൻ്റെ അവസാനത്തെ ആ ഒരു ഭാഗത്താണ് ഗോഗ് മാഗോഗ് അധിനിവേശം നടക്കുന്നതെങ്കിൽ സമയം ഇനി അധികമില്ല. ബൈ ദ വേ, ആ ഒരു സന്ദേശത്തെക്കുറിച്ച് അത് എപ്പോഴാണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ ടൈമിംഗ്, അതിനെക്കുറിച്ചുള്ള സന്ദേശത്തിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈലാമിനെ പറ്റിയുള്ള പ്രവചനത്തെ അത് നടക്കുന്നതിനെപ്പറ്റി 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇപ്പോഴത്തെ ഈ പ്രതിഷേധങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഇറാനിനകത്ത് ഒരു ഭരണകൂടത്തിൻ്റെ മാറ്റം വന്നേക്കാം. അങ്ങനെ ഏലാമിനെക്കുറിച്ചുള്ള പ്രവചനം നിവൃത്തിയാക്കപ്പെടാം. എന്നിട്ട് ഉൽപ്രാപണം സംഭവിക്കുകയും പക്ഷേ അതിനുശേഷം ഇറാൻ വീണ്ടും റാഡിക്കലൈസ്ഡ് ആയേക്കാം. അതായത് എങ്ങനെയാണോ ഇപ്പോൾ ഇറാൻ്റെ ഭരണകൂടം വിശ്വസിക്കുന്നത് ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ച് ഇറാനിലെ സ്ഥിതി വന്നേക്കാം. ഒന്നുകിൽ അകത്തുനിന്നുള്ള ആ ഒരു സ്വാധീനം കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന്, ഉദാഹരണത്തിന് റഷ്യയുടെ സ്വാധീനം, റഷ്യയാണല്ലോ നമ്മൾ ഗോഗ് എന്നുള്ള രീതിയിൽ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു സ്വാധീനവും കൂടെ വന്ന് അങ്ങനെ അവസാനം ഇറാൻ ആ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്ലെയറായിട്ട് തന്നെ പ്രവർത്തിക്കാം. ഇനി മറ്റൊരു സാധ്യതയുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ മാറ്റത്തിലേക്കൊന്നും പോവില്ല. അവിടുത്തെ ഭരണകൂടം സർവൈവ് ചെയ്യും. അതായത് എങ്ങനെയെങ്കിലുമൊക്കെ നിലനിന്നെന്ന് വരാം. ഉൽപ്രാപണം സംഭവിക്കും. അപ്പോൾ സഭ എടുക്കപ്പെടും. അതിനുശേഷമാണല്ലോ ആ മഹോദരവകാലം. അതിലെ ആദ്യത്തെ പകുതിയിൽ, ആ ഒന്നാമത്തെ പകുതിയിൽ ഇറാൻ എപ്പോഴും ഇസ്രയേലിനോട് എതിർത്താണ് നിൽക്കുന്നത്. ഇറാൻ അങ്ങനെ ഇസ്രയേലിനെതിരെയുള്ള ഗോഗ് മാഗോഗ് അധിനിവേശത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്ലെയറായിട്ട് കടന്നു വരികയും ദൈവം ആ കടന്നു വരുന്ന ശക്തികളെ ഇല്ലാതാക്കുകയും മിലിറ്ററി പരമായിട്ട് ഇറാൻ അവിടെ ഇല്ലാതാകുകയും ചെയ്യുക. എന്നിട്ടാണ് ആ ഭരണകൂടവും അവിടെ ഇല്ലാതാവും. എന്നിട്ടാണ് ഇറാനിലുള്ള സാധാരണക്കാർ സത്യദൈവത്തെങ്കിലേക്ക് തിരിയുന്നതും. അങ്ങനെ ആ സമയത്ത് ഈലാമിനെക്കുറിച്ചുള്ള പ്രവചനം അന്ന് അവിടെ നിവൃത്തിയായേക്കാം. എന്തായാലും ആർക്കും കൃത്യതയോടെ ഇങ്ങനെ ഈ ഓർഡറിലായിരിക്കും സംഭവിക്കുന്നതെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ചില കാര്യങ്ങൾ ദൈവം ഒളിപ്പിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത് ജനറലായിട്ടുള്ള ടൈം ലൈനും സംഭവിക്കുവാൻ സാധ്യതയുള്ള പോസിബിലിറ്റീസും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം സമയം വളരെ കുറവാണ്. ഈ സമയം ഇറാനിയൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇറാനിലുള്ള ക്രിസ്ത്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി സ്പീക്ക് അപ്പ് ഫോർ ദം. ആൻഡ് ദൈവം നമുക്ക് ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ നൽകി തരുമ്പോൾ മറ്റുള്ളവരോട് യേശുവിൻ്റെ സുവിശേഷത്തെപ്പറ്റി പങ്കിടുവാൻ നമുക്ക് കൂടുതൽ ഉത്സാഹിക്കാം. കാരണം
സുവിശേഷത്തിന് മാത്രമേ ഏതൊരു വ്യക്തിയും അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ടുള്ള ശക്തിയുള്ളൂ. നമ്മുടെ വിശ്വാസം ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും അർപ്പിക്കാം. ആൻഡ് സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെലഗ്രാം ഓൾസോ. ഞാൻ ഇപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഫർദർ ഡെവലപ്മെൻറ്റ്സ് ടെലഗ്രാമിലായിരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ സീ യു ദെയർ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.